പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികള്, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങള്, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങള്, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവർ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും
നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ ജീവിക്കുക വയലിലെ ചെടി പോലെ വളരാനാണ് നമ്മൾ ഇന്നലെ ഈശോ പറഞ്ഞത്. പക്ഷെ അങ്ങനെ വളരുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, അഭിമാനത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. അതാ വചനത്തിലുണ്ട്. 16:8 വായിച്ച എസെക്കിയേലിന്റെ, ഞാൻ വീണ്ടും ദൈവം വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയി നിന്നെ നോക്കി നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരണത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അഭിമാനത്തോടെ ജീവിക്കാനും ജീവിതത്തിൻ്റെ കർമ്മവും ദൗത്യവും പൂർത്തീകരിക്കാൻ ആവശ്യമായതെല്ലാമാണ് ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. അത് എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണേ, എന്തിനാ ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വന്തമാകാനും സ്വന്തമായി അഭിമാനത്തോടെ ജീവിക്കാനും മനുഷ്യന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടമാണ് നമുക്ക് ഉടമ്പടി. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇവിടെ ഇരിക്കണം. ഇവിടെ പേടിച്ചിരിക്കുക. കാര്യം അവൾക്ക് കുഞ്ഞിനെ എന്ന് അവൾ കുഞ്ഞിനെ കളയാനും പറ്റത്തില്ല. കുഞ്ഞിനെ സ്വീകരിച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെ എല്ലാം കൊണ്ടൊരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവളെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് എന്ത് പറ്റിയ മോളെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ഇവളുടെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കും. കൈവച്ചൊരു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് എൻ്റെ കയ്യിരുന്ന സൈത്ത് അവളുടെ വയറെ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലി വെച്ചും സൈത്ത് അവളുടെ കൈക്ക് തേച്ച് കൊടുക്കും. തള്ളവരല്ലേ, അത് ബാത്റൂമിൽ പോയി അവർ അടിവയറ്റി തേക്കണം. അതാണ് എൻ്റെ രീതി. അപ്പം ഞാൻ ഇത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവളോട് പറഞ്ഞ്, മോളെ, കർത്താവിന് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞിനെ കർത്താവ് നിനക്ക് തരുമെന്നും പറഞ്ഞ് ഞാൻ അവളുടെ കവളിട്ടടിക്കും. അവൾ പറയുന്നത് ആ സാക്ഷി കിടപ്പുണ്ട്, എലീനയുടെ സാക്ഷ്യം. അതായത് ആ അടിയോടുകൂടി അവൾക്ക് ബോധം വന്നെന്നാണ് പറയണത്. എന്താണ്? അവൾ എവിടെ പോയി, എന്താണ് അവൾക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ച് സങ്കടം കൊണ്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്നൊക്കെ ബോധം വന്നു. അവൾ ബോധം വന്നപ്പോൾ അവൾ കേൾക്കണത് എന്താണ്? മാതാവ് ഈ കുഞ്ഞിനെ എനിക്ക് തന്നിരിക്കണം. തീർന്ന പ്രശ്നം. മാതാവ് ഈ കുഞ്ഞിനെ ഈ 5-ാം മാസം അബോർട്ട് ചെയ്യണ കുഞ്ഞിനെ എനിക്ക് തന്നിരിക്കണം. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ഇത്രയും സ്പീഡാണ്. പക്ഷേ എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ 2 ഡൗൺ സിൻഡ്രോം കേസാണ്. അപ്പോൾ പ്രസവിച്ചിട്ടൊരു കുഴപ്പമില്ല കൊച്ചിനെ. എന്തൊക്കെ പറഞ്ഞാൽ അബോർട്ട് ചെയ്ത് കളയേണ്ട കൊച്ചായിരുന്നത്. അതിനെ പ്രസവിച്ചിട്ടൊരു കുഴപ്പമില്ല ആ കൊച്ചിനില്ല. ഈ മാതാവ് ഈ കുഞ്ഞിനെ നിനക്ക് തന്നിരിക്കണമെന്ന് പറയണത് എന്താണ്? അത് പറയണത് ഒരു വിശ്വാസത്തിലാണത് പറയണത്. വെറുതെ ഭംഗിവാക്ക് പറയുകയല്ല. ഇപ്പം നമ്മൾ ഗുഡ് മോർണിംഗ് പറയണ പോലെ പറയുകയല്ല. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ പോഴം വർത്താനം പറയുകയല്ല. ഈ മാതാവ് ഈ കുഞ്ഞിനെ നിനക്ക് തന്നിരിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. എന്താ കാര്യം? എനിക്കുള്ളൊരു വിശ്വാസമുണ്ട്. എനിക്ക് ദൈവത്തോട് വിശ്വാസത്തെക്കാളൊരു ബന്ധമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു ചരിത്രമുണ്ട്. വിശ്വാസ കാലങ്ങളിലെല്ലാം ഇപ്പം ദൈവം എന്നോടൊന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഇപ്പോൾ രോഗമുണ്ടായെന്ന് വിചാരിച്ചോ? ഞാനൊരു സുവിശേഷ എവാഞ്ചലിസ്റ്റാണ്. ഞാൻ ബേസിക്കലി ദൈവം എന്നോട് ചോദിക്കുകയാണ്,
നിനക്ക് സൗഖ്യം വേണം, ഈ രോഗത്തിന് സൗഖ്യം വേണം, കൃപ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് സൗഖ്യമല്ലേ വേണ്ട, എനിക്ക് കൃപയാണ് വേണ്ടെന്ന് പറയും. എന്താ കാര്യം? എനിക്ക് കൃപ എന്താണെന്നറിയാം, എനിക്ക് കൃപ എന്താണെന്നറിയാം. പൗലോസ് അപ്പോസ്തലൻ കുറേ നാൾ ചോദിച്ച് ചമ്മി ഒരു കേസ് കിട്ടാണിത്. ഇപ്പോൾ 1 കൊറിന്തോസിൻ്റെ 12:8 എന്താ പറയണത്? ഞാൻ 3 പ്രാവശ്യം ചോദിച്ചെന്നാണ് പറയണത്. 3 പ്രാവശ്യം ചോദിച്ചു, എന്താണ്? എൻ്റെ ഈ അൾസറെന്ന് എൻ്റെ ഈ വയറിൻ്റെ പുണ്ണൊന്ന് മാറ്റിത്തരാൻ. അപ്പോൾ പൗലോസാണ് പറഞ്ഞ് നിനക്ക് സൗഖ്യം വേണം, കൃപ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസിന് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചതെന്ന്. കാരണം കൃപ എന്ന് പറയുന്നത് ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. സൗഖ്യം നമുക്ക് സൗഖ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ശക്തി കിട്ടിയാൽ മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് വ്യത്യാസം എന്ന് പറയണത്. ഒരു വ്യക്തിയെ ഇവാഞ്ചലിസ്റ്റായിട്ട് ഒരു സുവിശേഷ സാക്ഷിയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുമ്പോൾ ചില സമയത്ത് ഈ ചില വിഷയങ്ങൾ ലാഗ് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചില വിഷയം താമസിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ദൈവസ്നേഹത്തിൽ നിറക്കാനും നിങ്ങൾക്ക് വിശ്വസ്തത നിറക്കാനും നിങ്ങൾക്ക് ദൈവത്തെ സ്വന്തമായിട്ട് അനുഭവിക്കാനും അനുഭവിച്ച ദൈവത്തെ കൈമാറാനും വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തിൻ്റെ വഴികള്, ദൈവത്തിൻ്റെ പദ്ധതികള് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാകും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കണ്ട ഈ 2 കാര്യങ്ങളും ഉടനെ നടന്ന കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, കർത്താവേ ഈ വിഷയം തന്നെയുള്ള ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണം, എൻ്റെ കാര്യം ഇപ്പോഴും നടന്നിട്ടില്ല എന്ന്. നമ്മൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണം? പ്രതിസാക്ഷ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം അതേ വിഷയത്തിൽ ഉടമ്പടി ചെയ്ത വേറെ ആൾക്കാരുണ്ട്. അവർ കേൾക്കുമ്പോൾ അവർക്ക് നിരാശ, ദൈവമേ എൻ്റെ കാര്യം മാത്രം മാതാവ് ചെയ്തില്ല, അവരുടെ കാര്യം നാട്ടിൽ കണ്ട എല്ലാ കാര്യവും ചെയ്തു, ഞാൻ മാതാവെന്നും പറഞ്ഞ് കുഞ്ഞുനാളിൽ പോലും നടന്നിട്ട് എൻ്റെ കാര്യം മാത്രം നടന്നിട്ടില്ല. അത് ശരിയാ. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുന്നു? എന്താ കാര്യം? എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നത് വരെ കഷ്ടപ്പാടുണ്ടാകുന്നു, കഷ്ടത നിലനിൽക്കുന്നു? അതാണ് ഞാൻ 119:75 സങ്കീർത്തനം പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കണത്? അതായത് വിശ്വസ്തത മൂലമാണ് അവിടുന്ന് എന്നെ കഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ അറിയുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വചനത്തിലുണ്ടായിരുന്നാണിത്. എന്താ കാര്യം? ചില കഷ്ടപ്പാടുകളുടെ അടിസ്ഥാനം വിശ്വസ്തതയാണ്. അവിടെ വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. ഉടമ്പടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഉടമ്പടി എത്രയോ പേരെടുത്ത് എത്ര പേരിന്ന് വിശ്വസ്തയോടെ ജീവിക്കുന്നുണ്ട്. കാര്യം കണ്ടപ്പോൾ അവർ പോയി. പാലം കയറുവോളം നാരായണ, പാലം കയറിക്കഴിഞ്ഞ് കൂരായണം. പിന്നെ അവർക്ക് കുമ്പസാരമില്ല, കുർബാനയില്ല. ഇത് ദൈവത്തിന് പണ്ടേ അറിയാമായിരുന്നു. ഇത് ചുമ്മാ അഭ്യാസത്തിന് വരണതാണ്. കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പോലെ മണ്ണഞ്ചേരി വഴി മാമായില്ലെന്ന് പറയും. അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലർ കൃപാസനത്തെ ചവിട്ടുമ്പോൾ തന്നെ അമ്മ പറയും ഇത് പൊട്ടക്കേസാണ്. ഒരു സഹോദരി വന്നു. അപ്പോൾ അവർ വന്ന് വാച്ച്മാനോട് സംസാരിച്ചു. ഞാൻ അവർ പോയി കഴിഞ്ഞ് ഞാൻ വാച്ച്മാനോട് ചോദിച്ചു എന്നാ അവർ സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഉടമ്പടി എപ്പോൾ പോകാൻ പറ്റും. അപ്പോൾ വാച്ച്മാൻ നിങ്ങളെന്താ പറഞ്ഞു? ഇന്ന് ചൊവ്വാഴ്ചയാണ്, 10 മണി 9 മണിക്ക് ക്ലാസ്, ഉടമ്പടിക്ക് 12 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ അവരുടെ ഭർത്താവ് അകത്തോട്ട് കയറി വന്നു. അപ്പോൾ 12 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് കയറി വന്നു. ഭർത്താവ് കയറുന്ന വെച്ചാൽ അവളോട് ചോദിച്ചു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണമെന്ന്. ഇങ്ങർക്ക് പോകണം, ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ട് അവസാനം എന്ത് പറ്റി? 2 പേരും കൂടി പോയി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുക്കാതിരിക്കാനാണ് അവർക്ക് നല്ലത്. എന്താ കാര്യം എന്നറിയാവോ? അവരിത് എന്തോ ഒരു ചെറിയ പരിപാടിയാണെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇരുട്ടുകൊണ്ട് ഊട്ടടക്കാം എന്നാ. പക്ഷേ അതല്ല പ്രശ്നം. ഇത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയ ഒരു ദൈവിക സ്വർഗീയ പദ്ധതിയാണ്. അതിവിടെ വന്ന് സ്വസ്ഥതയും സമാധാനത്തോടെയും എൻ്റെ ക്ലാസ്സുകൾ കേട്ടുവരുമ്പോൾ അത് അവർക്ക് കിട്ടുന്ന വീട്, വിവാഹം, കുഞ്ഞുങ്ങളെന്നല്ല പ്രശ്നം. അതിനേക്കാളുപരി നിത്യത വരെ ഉള്ള കൃപ ആർജിക്കാനുള്ള
സുവിശേഷ സൂത്രങ്ങൾ എത്ര ടെക്നിക്കലായിട്ടാണ് അമ്മ ഓരോ ദിവസവും വെളിപ്പെടുത്തി നമ്മളെ പഠിപ്പിക്കണത്. ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി യോഹന്നാൻ 6:45 എഴുതിയിട്ടുണ്ട്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. കാര്യം മനുഷ്യന്മാർ പഠിപ്പിച്ചത് എന്തുമാത്രം നമ്മളെ പഠിപ്പിച്ചു അല്ലേ? മനുഷ്യന്മാർക്കൊരു പഠിപ്പിക്കലുണ്ട്. പക്ഷേ എത്ര പഠിപ്പിച്ചാലും നമുക്കറിയാം പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാം എങ്ങനെയാണ് അവസാനം ഇവിടുന്ന് പിരിഞ്ഞു പോണത്. മനുഷ്യൻ്റെ പഠിപ്പിക്കലല്ല, മറിച്ച് എന്താണ്? ദൈവത്തിൻ്റെ പഠിപ്പിക്കലേ. ജീവിതത്തിൽ നമുക്കെന്താ വേണ്ടത്? ഇതാണ് നമ്മൾ 1 കൊരിന്ത്യർ 1:24 കണ്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ദൈവം പഠിപ്പിക്കുന്നത് എന്താണ്? യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ദൈവം പഠിപ്പിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമുക്ക് പകർന്നു തന്നത്. അത് ആർക്ക് കൊടുത്തു? ദൈവം മറിയത്തിന് കൊടുത്തു. എന്താണ്? മറിയത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞപ്പോഴേ ആ പഠിപ്പിക്കൽ കൂടി പറഞ്ഞു കൊടുത്തു. എന്താണ്? മകളെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്ലൈറ്റും പിടിച്ച് വരത്തില്ല, കുറച്ച് പരിപാടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നതിന് വേണ്ടി എന്താ ചെയ്യണം? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അവിടെ എന്താ പറയണത്? വചനം പോലെ നിറവേറട്ടെ. അത് ഉടമ്പടിയാണ്. ഉടമ്പടി വഴി മാത്രമേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ദൈവത്തിൻ്റെ ശക്തിയുടെ ഫലങ്ങളൊക്കെ വരും. പക്ഷെ ദൈവത്തിൻ്റെ ശക്തി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഉടമ്പടി ചെയ്യണം. എന്താ കാര്യം? രാത്രി മുഴുവനും അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്യാം. ലുക്ക 5:5 അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ അവൻ പറയണ പോലെ ചെയ്യുമേ. യോഹന്നാൻ 2:3 ഇപ്പം എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി, അത് ദൈവത്തിൻ്റെ ജ്ഞാനം എന്താണ്? അത് പറയാതെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മറിയത്തോട് പകർന്നു കൊടുത്തത് എന്താണ്? ഈ അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നീ കർത്താവിൻ്റെ ദാസിയാകണം. എങ്ങനെ നിനക്ക് കർത്താവിൻ്റെ ദാസി ആകാൻ പറ്റും? അവൻ പറയണ പോലെ ചെയ്യാം. അതാണ് അമ്മ മറിയം പറയണത് 1:38 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എല്ലാം ഉടമ്പടിയാണ്. ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരു പ്രാർത്ഥന വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അതിന് ബിബ്ലിക്കൽ തിയോളജി ഉണ്ട്, മരിയൻ തിയോളജി ഉണ്ട്, അതിന് എല്ലാ ന്യൂമാറ്റിക് തിയോളജി ഉണ്ട്, തിയോളജി ഓഫ് ഗ്രേസ് ഉണ്ട്. സമ്പൂർണ്ണ ദൈവശാസ്ത്രത്തിൻ്റെ സമഗ്രതയാണ് ഉടമ്പടിയിൽ ദൈവം നിറച്ചു വെച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതി. ശ്രുതികട്ടെ അങ്ങനെ ഞങ്ങൾ മെയ്യിൽ മകൻ്റെ കല്യാണം തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഏപ്രിൽ ലാസ്റ്റിൽ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഞങ്ങൾ വന്ന് ക്വാറൻറ്റൈൻ കഴിയുന്ന അന്ന് അയാളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു. ആ മരണമൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ഹസ്ബൻഡിൻ്റെ സ്ഥിതി മോശമായി തുടങ്ങി. ആൾ സൈലൻ്റായി. കോവിഡ് വന്ന സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ആൾ മൊത്തം കൈവിട്ടൊരു അവസ്ഥയിലേക്ക് എത്തി. 1 മാസം ഹോസ്പിറ്റലിൽ ലോക്ക് ചെയ്തിട്ടു. അങ്ങനെ ഇറങ്ങിപ്പോവുക, ഓർമ്മയില്ല, എന്നെ പോലെ അറിയാത്തൊരു സ്റ്റേജിലേക്കായി. ഞങ്ങൾ 2 ആളും മാത്രമേ ഉള്ളൂ. കോവിഡാണ്, ആരുമില്ല, ഞങ്ങൾക്ക് നാടായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളൊന്നും അനുഭവിക്കാതെ വന്ന ഞാൻ ദുരിതങ്ങളിലേക്ക് കടന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ അങ്ങനെ കടന്നുപോയി. പിന്നെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 ആളും വീട്ടിൽ രാത്രിയൊക്കെ ആൾ ഉറങ്ങില്ല. എന്നെ അടിക്കണം, കൊല്ലണം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ആൾക്ക് എപ്പോഴും. അങ്ങനെ ഒരു അവസ്ഥ. ഇപ്പം ഞാൻ രാത്രിയും പകലും ഭയൊന്നും ജീവിച്ച് അറിഞ്ഞിട്ടല്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ പതുക്കെ ആൾ നോർമലായി തുടങ്ങി, പ്രാർത്ഥിച്ച് പിന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയ ആൾ പതുക്കെ ഇപ്പോൾ കുറേയൊക്കെ ബെറ്ററായി. എന്നാലും പഴയതൊന്നും ഓർമ്മയില്ല. പലരുടെ പേര്, സ്ഥലം, അങ്ങനെ ഒരു സാധനം അതൊന്നും ഇപ്പോഴും പറയില്ല. എന്നാലും കുറേ അന്നത്തെക്കാളൊക്കെ ഒത്തിരി ബെറ്ററായി. എന്നെയൊക്കെ അറിയും. പിന്നെ ഇപ്പോൾ ഇരുത്തോടത്തിരിക്കും, മറ്റത് ഇരുന്നാൽ അപ്പം എഴുന്നേറ്റ് പോകും. പിന്നെ അന്വേഷിച്ച് കൊടുക്കണം. അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഒരു സ്ഥലം വിൽക്കാനിട്ടു. കാരണം ലോൺ അധികമായി, ലോൺ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അങ്ങനെ സ്ഥലം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കച്ചവടമായി കഴിഞ്ഞപ്പോൾ ഞാൻ ബാങ്കിൽ പോയി.
ഡ്യൂ അടയ്ക്കാൻ. അതുവരെ ബാങ്കിലെല്ലാം പോയിരുന്നതും ഒന്നും എനിക്കറിയില്ലായിരുന്നു, എല്ലാം ചേട്ടനെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാങ്കിലെ മാനേജർ പറയുന്നു, നിങ്ങൾക്ക് ലോണില്ല, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ ബാങ്ക് ജപ്തി ചെയ്തു, ലേലം വിളിച്ചു, പരസ്യപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. ഞാനിത് കേട്ടതോടുകൂടി ഞെട്ടിപ്പോയി. കാരണം ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല, ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ജീവിക്കണേ എന്ന് പറഞ്ഞു. 1 കോടിയാണ് ഞങ്ങളെടുത്തത്. ഒരു 6-7 കോടിയുടെ മുതലാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് കേട്ടതോടെ ഞാൻ, ഹസ്ബൻഡിന് ഒരു ഇതില്ല, കേൾക്കുമ്പോൾ ഒരു വികാരമില്ലാത്തൊരവസ്ഥയിലാണ് ആളിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടെല്ലാം എന്താ പറയുക സഹിച്ച് അതിജീവിച്ചു. കാരണം പറഞ്ഞ പ്രഷർ കൂടി പ്രശ്നങ്ങളാവുമെന്ന് വെച്ചിട്ട് ആളെ ഓർത്തിട്ട് എല്ലാം ഞാൻ കടിച്ചുള്ളിൽ ഒതുക്കി ഒരു കണക്കിന് വീട്ടിൽ വന്നു, തളർന്നു വീണു. പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജ് കൂടെ കടന്നുപോയി. മുന്നിലൊരു വഴിയില്ല, എല്ലാ വഴി അടഞ്ഞു. അങ്ങനെ പിന്നെ ഈ കച്ചവടക്കാരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് പൈസ തന്നു. 1 കോടി അവർ തന്നു. ആ 1 കോടി കൊണ്ട് ഞങ്ങൾ ബാങ്കിൽ അടച്ചു. അപ്പോൾ മുതലടച്ചു, പലിശ 1 കോടിയാണ് അവർ പറയുന്നത്. ഈ 1 കോടി അടയ്ക്കാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇവർ 6 മാസം കഴിഞ്ഞിട്ടാണ് തീറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാങ്കായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, 6 മാസം കഴിയുമ്പോൾ തീറിന് തന്നാൽ മതിയെന്നാണ്. പക്ഷേ കച്ചവടം ചെയ്തവർ ആ ഡീൽ അവസാനിപ്പിച്ചു. അവർക്ക് അത് പൈസ ഉണ്ടായില്ല, അവർ സമയത്തിന് തീറ് നടത്തിയില്ല, അവരിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ് തീറ് നടത്തിയില്ല. ഞങ്ങളപ്പോൾ തീറ് നടക്കാതെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഫണ്ടില്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ആയാൽ പറ്റില്ല, നിങ്ങളൊന്നുകിൽ കരാർ ക്യാൻസൽ ചെയ്യണം, ഞങ്ങൾക്ക് വേറെ ആൾക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അവരതവർ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് കൂടി, ആ ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് തന്ന് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ രൂപ തരാൻ തയ്യാറല്ല. അങ്ങനെ അപ്പോൾ 75 ലക്ഷം നമുക്ക് തരണം, 77 ലക്ഷം തരണം. 75 ലക്ഷം കൂടി അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ 1 ടൈം സെറ്റിൽമെൻറ്റ് റെഡിയാണെന്ന് ബാങ്കുകാർ പറഞ്ഞു. പക്ഷെ ഇവർ തന്നില്ല. അങ്ങനെ ഇവർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. ഞങ്ങൾ പൈസ തന്നിട്ട് തീറ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു, ഭൂമി അറ്റാച്ച് ചെയ്തു. ഞങ്ങൾക്ക് പിന്നെ അതും അടഞ്ഞു. അപ്പോൾ എല്ലാ വഴികളും ഞങ്ങളുടെ അടഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ മകൻ്റെ കല്യാണം ഉറപ്പിച്ചിരുന്നു നവംബറിൽ. ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ അവർ വന്നിട്ട് പറയാണ്, 1 ആഴ്ചയ്ക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇനി നിങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിലേറെ വിഷമം. അപ്പോൾ ഞങ്ങൾ ഉടനെ വക്കീലിനെ കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു, നിങ്ങൾ സ്റ്റേ ഓർഡർ മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്റ്റേ മേടിച്ചു. പിന്നെ വക്കീലും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ മേടിച്ചു. അതിൻ്റെ ഇടയിൽ അവർ ഞങ്ങളെ 420 എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാത്ത അറസ്റ്റിനൊക്കെ ചെയ്തു. ഞങ്ങൾ വീട്ടിൽ നിന്ന് 3 ദിവസം മാറി നിൽക്കേണ്ട ഗതികേടൊക്കെ വന്നു. അങ്ങനെ മുൻകൂർ ജാമ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അവർ ഔട്ട് ഓഫ് മീഡിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം തന്നു. അതായത് കോർട്ടിന് പുറത്ത് നമ്മൾ സംസാരിച്ച് ഒത്തുതീർപ്പാക്കുക. അപ്പോൾ 1 കോടി എന്നുള്ളത് 1 കോടി 42 ലക്ഷം കൂടി ഇനി ബാങ്കിൽ അടയ്ക്കണം. അപ്പം ഞങ്ങൾ അവർ ഔട്ട് ഓഫ് കോർട്ട് മീഡിയേഷനിൽ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, 3 തവണ എറണാകുളത്ത് ഹൈക്കോടതിയിൽ പോയി. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു, ബാങ്കുകാർ പറഞ്ഞു, 1 കോടി 10 ലക്ഷം അടച്ചു കഴിഞ്ഞാൽ 1 ടൈം സെറ്റിൽമെൻറ്റ് ഞങ്ങൾ റെഡിയാണ്. അത് ഈ കഴിഞ്ഞ മാർച്ച് 31 മുമ്പ് അടയ്ക്കണം, അല്ലെങ്കിൽ 1/42 തന്നെ നിങ്ങൾ അടയ്ക്കണം. ഇതാണ് ബാങ്ക് സംസാരിച്ചത്. കോർട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് തന്നെ ഇൻസ്റ്റാൾമെൻ്റാക്കി തരാം, അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 ടൈം സെറ്റിൽമെൻറ്റിന് തീരുമാനമെടുത്തു. അതെന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൽ ആശ്രയിച്ചിട്ട് തീരുമാനമെടുത്തു, ഒപ്പിട്ട് കൊടുത്ത് പോന്നു. ഇവിടെ വന്നു. ഞാനിങ്ങനെ ഓരോ ദിവസം കിടക്കുന്തോറും എൻ്റെ ഉറക്കമില്ലാത്തൊരു സ്റ്റേജിലായി. അങ്ങനെ 20-ാം തീയതി അപ്പോൾ ഞങ്ങൾ ടേക്ക് ഓവർ നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. പിന്നെ അവർ പറഞ്ഞു, കുറച്ച് പൈസ 50 ലക്ഷം അടച്ച് നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 50 ലക്ഷം അടയ്ക്കാനായിട്ട് 50 ലക്ഷവും ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ 13-ാം തീയതി, മാർച്ച് 13-ാം തീയതി ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് UAE ലൈസൻസേ ഉള്ളൂ. ഇവിടുത്തെ ലൈസൻസൊന്നും ഞാൻ എടുത്ത് വണ്ടി അങ്ങനെ ഓടിക്കുന്ന ആളൊന്നുമല്ല. വയ്യാതെ ആയപ്പോൾ ഞാൻ പതുക്കെ വണ്ടിയൊക്കെ ഓടിച്ചു. എന്തോ ഒരു ധൈര്യം. അപ്പം ഞാനൊരു ഓൺലൈനിലൊരു സാക്ഷ്യം കേട്ടിരുന്നു. ഒരു ചേച്ചി ഒരു ചേട്ടനോട് പറയാണ്, എൻ്റെ വസ്തു വിറ്റ് പോകണില്ല, അത് വസ്തു വിറ്റിട്ടാണ് മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് കെട്ടിക്കാൻ, സ്ത്രീധനം കൊടുക്കാതെ. അങ്ങനെ ആ വിഷമിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു ചേട്ടൻ പറയാണ്, നിങ്ങൾ കൃപാസനത്തിലേക്ക് ഓടിക്കോളാൻ. ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി. അപ്പം ഞാനും വിചാരിച്ചു കൃപാസനത്തിലേക്ക് ഓടാം, വേറൊരു മാർഗ്ഗം എൻ്റെ മുമ്പിലില്ല. ഞാൻ വണ്ടി എടുത്ത്
2-2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടേക്ക് വന്നു. എനിക്ക് പോലും അറിഞ്ഞുകൂടെ ഞാനിത് എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഒക്ടോബർ 9 ഇവിടെ വന്നിരുന്നു. വന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ